ഇന്ന് വന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. ഏറ്റവും ഷോക്കിംഗ് ആയിരുന്നു. ഒരാഴ്ചക്കിടയിൽ കാട്ടാനാക്രമണത്തിൽ രണ്ടാമത്തെ മരണം ഉണ്ടായി. വയനാട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. കുറുവ ദ്വീപ് ഇക്കോ ടൂറിസം ജീവനക്കാരനായ പാക്കം സ്വദേശി പോളാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഉണ്ടായത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. വാരിയലിന് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. എന്നാൽ പോളിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാര്യമായ ചികിത്സ ലഭിച്ചില്ല എന്ന നിലയിൽ പരാതി ഉയരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. പിന്നീട് വാർത്തയുടെ റിപ്പോർട്ട് ഇതാണ്. വന്യജീവി ആക്രമണത്തിൻ്റെ ഭീതിയിലാണ് ഈ നാട്. കാടിറങ്ങുന്ന കാട്ടാനക്കൂട്ടം കലിതുള്ളി ജീവനെടുക്കുമ്പോൾ കാഴ്ചക്കാരാകേണ്ടി വരുന്ന മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ. രാവിലെ 9 മണിയോടെ കുറുവ ദ്വീപിനടുത്തുള്ള ചെറിയ മലക്കവലയിൽ കാവലിനായി എത്തിയതാണ് വനം വകുപ്പ് വാച്ചറായ പാക്കം സ്വദേശി പോൾ. വനത്തിൽ മുള കൊണ്ട് കെട്ടിയ ബെഞ്ചിൽ ഇരിക്കുന്നതിനിടെയാണ് 5 അംഗ കാട്ടാനക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ 300 മീറ്റർ അടുത്തുള്ള ആദിവാസി കോളനിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ ആന ആക്രമിച്ചു. ഞാനിവിടെ അടുത്തെത്തിയ വിവരം കാണുന്നില്ല. അപ്പോൾ ആനെ കണ്ട് രക്ഷപ്പെടാൻ സമയത്താണ് ആന പുറകെ പോയി ആക്രമിച്ചത്. എത്ര ആനകൾ ഉണ്ടായിരുന്നു? ആന കൂട്ടമാണോ? അത് കൂട്ടമാണ്. അതിൽ 5 എണ്ണം ഉണ്ട്. ഭാര്യയും മകളും മാത്രമാണ് പോളിന്റെ വീട്ടിലുള്ളത്. വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായ അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ട് മാത്രമാണ് കുടുംബം മുന്നോട്ട് പോയിരുന്നത്. ആനക്കലി കുടുംബത്തിന്റെ നട്ടെല്ല് തകർത്തു. എപ്പോഴാണ് അവിടെ എത്തിയെന്നും എപ്പോഴവർ ചികിത്സ തുടങ്ങിയെന്നും എപ്പോഴവർ കോഴിക്കോട്ടേക്ക് വിട്ടതെന്ന് ചോദിക്കണം. 1:05 ആ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടത്. ഒരാളെയും കാണിക്കത്തുമില്ല. ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ അവിടെ കൊടുക്കരുത്, അവിടെ നിർത്തരുത്. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം. എന്തിനാ ഒരു ചികിത്സയും കിട്ടാണ്ട് ഇത്രയും നേരം എൻ്റെ പപ്പ ജീവിച്ചില്ലേ? 2 മണി വരെയുണ്ട്. അപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പം മരിക്കുമോ? ആദ്യം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച പോളിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയിലെത്തി അരമണിക്കൂറാവുന്നതിന് മുൻപ് മരണം സ്ഥിരീകരിച്ചു. സംവിധാനങ്ങൾ കാര്യക്ഷമമായിരുന്നെങ്കിൽ കൃത്യമായി ചികിത്സ കിട്ടുമായിരുന്നു. ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ കൊണ്ടുപോകേണ്ട ഗതികേട് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. വനം വകുപ്പിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് നടക്കുന്നത്. ജില്ലയിൽ നാളെ രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആനക്കലിയിൽ ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞു. മരണവിവരമറിഞ്ഞ് വീട്ടിലെത്തുന്നവർ മടങ്ങുന്നതോടെ പാക്കത്ത് ബാക്കിയാകുന്നത് ഈ കുടുംബത്തിൻ്റെ കണ്ണീർ മാത്രം. പ്രജുൽ സുരേഷിനൊപ്പം അരുൺ പാറക്കൽ, 24 വയനാട്. ഏറ്റവും സങ്കടകരമായ മരണമാണ് ഉണ്ടായിരിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ഇക്കോ ടൂറിസം ജീവനക്കാരന് പോളിന് ചികിത്സ ഉറപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന ആരോപണമുയർന്നു. മകൾ തന്നെ ഇക്കാര്യം പറഞ്ഞു. ഇതിനെക്കുറിച്ച് മന്ത്രി AK ശശീന്ദ്രൻ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ദൗർഭാഗ്യവശാൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. ആ കുടുംബത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. എന്തെങ്കിലും വീഴ്ചയുണ്ടായി വന്നിട്ടുണ്ടോ എന്നത് പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിന് യാതൊരു പ്രയാസവും ഈ ഗവൺമെൻറ്റിനില്ല. എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദി വരെ കണ്ടെത്തി മതിയായ ശിക്ഷ നൽകുന്നതാണ്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ മാനന്തവാടി ഭാഗത്തുണ്ടായിട്ടുള്ള കാട്ടാനകളെ തുരത്തി പിടികൂടുന്നതിനുള്ള കാര്യത്തിലായിപ്പോയി. കാരണം നമ്മുടെ 200-ലധികം ഉദ്യോഗസ്ഥന്മാരാണ് ആ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. മാനന്തവാടി ഇക്കോ ടൂറിസം ജീവനക്കാരൻ കാട്ടാന ആക്രമണത്തിൽ മരിച്ചതിന് പിന്നാലെ പ്രകോപനപരമായ ഒരു സന്ദേശം ഈ മാനന്തവാടി ഭാഗത്തൊക്കെ പ്രചരിപ്പിച്ചു. ഇത് ശരിക്കും കലാപ ആഹ്വാനമാണെന്നാണ് പോലീസിൻ്റെ വെർഷൻ. പോലീസിന് ഇതിനെതിരെ കേസെടുത്തിട്ടുണ്ട്. വയനാട് കത്തിക്കണം എന്ന ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ കലാപ ആഹ്വാനം നടത്തിയ ആളുകളെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞോ? ഈ സന്ദേശം പ്രചരിപ്പിച്ചതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശമുണ്ടെന്ന് നമുക്ക് മനസ്സിലായോ? എന്തൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് മാനന്തവാടിയിൽ? SKN, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ മരണമുണ്ടായ പാക്കം എന്ന് പറയുന്ന പ്രദേശത്താണ്. എന്തായാലും വലിയ ദുരന്തം. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ മരണം, അതും കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ടാമത്തെ മരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിറങ്ങലിച്ച് നിൽക്കുകയാണ് വയനാട്. നേരത്തെ ഒരാഴ്ച മുമ്പ് 7 ദിവസം, ഇന്നേക്ക് 7 ദിവസമാണ് അജീഷ് എന്ന ചാലിഗദ്ദയിലെ മനുഷ്യൻ, 49 വയസ്സുള്ള മനുഷ്യൻ മരിച്ചത്. അത്തരത്തിലുള്ള മരണത്തിലേക്ക്, ആ മരണത്തിൻ്റെ ആഘാതം വിട്ടുമാറും മുമ്പ് ആ മോഴയാന ഈ തിരുനെല്ലി മേഖലയിലെ കാട്ടിൽ കറങ്ങി നടക്കുന്നു. അതിനെ പിടികൂടാൻ വനംവകുപ്പ് ശ്രമം നടത്തുന്നു. ഇതിനിടയിലാണ്, അതിൻ്റെ ഏതാണ്ട് അടുത്തുള്ള പ്രദേശം തന്നെയാണ് ഇത്, കുറുവ ദ്വീപിലേക്ക് കടന്നു പോകുന്ന വഴി. അത് ഏതാണ്ട് ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ മാത്രം അകലെയാണ്. അവിടെ
VSS ജീവനക്കാരനായ വനസംരക്ഷണ സമിതിയുടെ ജീവനക്കാരനാണ് ഈ പോൾ എന്ന് പറയുന്ന 49 വയസ്സുള്ള മനുഷ്യൻ. അദ്ദേഹം ഇന്ന് രാവിലെ അവിടേക്ക് എത്തുകയും ആ കാട്ടാനകളെ അവിടേക്ക് എത്തുന്ന ആളുകളെ തിരിച്ചയക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് 9:30 കാട്ടാന കൂട്ടത്തിൽ നിന്ന് 5 കാട്ടാനകളാണ് ഉണ്ടായിരുന്നത്. അതിൽ കൂട്ടത്തിൽ നിന്ന് ഒരു ആന എത്തി അത് ചവിട്ടുകയായിരുന്നു. തുടർന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ വെച്ച് വിദഗ്ധമായ ചികിത്സ പരിശോധന നടത്തിയപ്പോഴാണ് വാരിയല് തകർന്ന നിലയിലാണെന്നും ഒപ്പം തന്നെ നട്ടെല്ല് ക്ഷതമേറ്റിട്ടുണ്ടെന്നും ആന്തരിക രക്തസ്രാവം ഉണ്ടെന്നുമുള്ള സ്ഥിരീകരണം വരുന്നത്. ഇതേ തുടർന്ന് ആദ്യം ഹെലികോപ്റ്റർ മാർഗം കോഴിക്കോട്ടേക്ക് എത്തിക്കാനായിരുന്നു ശ്രമം. പക്ഷേ ഹെലികോപ്റ്റർ എത്താൻ വൈകി. ഇതേ തുടർന്ന് നേരെ റോഡ് മാർഗം ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യകരമായ മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. UDF-ഉം LDF-ഉം BJP-യും ഒരുപോലെ പല സംഘടനകളും ഈ ഹർത്താലിന് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വന്യജീവ സംഘർഷം തുടർച്ചയാവുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കാര്യക്ഷമമായി ഇടപെടണം, നിയമനിർമ്മാണം പോലും നടത്തണമെന്നുൾപ്പെടെയുള്ള ആവശ്യമാണ് ഇവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിനിടയിൽ ചില കലാപാഹ്വാന സന്ദേശങ്ങളും പ്രചരിക്കുന്നുണ്ട്. വയനാട് കത്തിക്കണം എന്നുൾപ്പെടെയുള്ള തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് പ്രചരിക്കുന്നത്. ഈ സന്ദേശത്തിനെതിരെയാണ് ഇപ്പോൾ മാനന്തവാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് കലാപത്തിനുള്ള ആഹ്വാനമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കേസ് എടുത്തിരിക്കുന്നത്. ഇത്തരം സന്ദേശങ്ങൾ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുത്. അങ്ങനെയെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരും. ഇത് പ്രചരിപ്പിച്ച ആളെ പോലീസ് തിരയുകയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ദുരന്തം ആ കുടുംബത്തെ സംബന്ധിച്ച്. ഒരു മകളും ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ്. ഭാര്യയ്ക്ക് അസുഖമാണ്, ഹൃദയരോഗമുള്ള ആളാണ് ഇദ്ദേഹത്തിൻ്റെ പോളിൻ്റെ ഭാര്യ. മകളുടെ പരീക്ഷ കഴിഞ്ഞ ശേഷം ചികിത്സയ്ക്ക് വിധേയമാകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ദുരന്തം വന്നിട്ടുള്ളത്. ഈ പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. നന്നായി പഠിക്കുന്ന മിടുക്കിയായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ പ്രതികരണം പോലും അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുള്ളതാണ്. ആ കുട്ടി പറയുന്നത് മതിയായ ചികിത്സ ലഭ്യമാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായില്ല, അങ്ങനെയെങ്കിൽ തൻ്റെ അച്ഛനെ ഈ ഗതി വരില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ മന്ത്രിമാരോ മറ്റോ ആണെങ്കിൽ നേരത്തെ ചികിത്സ ലഭ്യമാക്കുമല്ലോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ, അത് വിദേശത്തു നിന്ന് പോലും ചികിത്സ ലഭ്യമാക്കാൻ തയ്യാറാകുമായിരുന്നല്ലോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഈ പെൺകുട്ടി ഉന്നയിക്കുന്നുണ്ട്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സ വൈകിപ്പിച്ചു. ഒരു കാര്യവും തന്നോടും അമ്മയോടും സംസാരിക്കാൻ വേണ്ടി തയ്യാറായില്ല ആശുപത്രി അധികൃതർ. ഏറെ വൈകിയാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത്. ശസ്ത്രക്രിയ നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് നൽകാൻ വേണ്ടി തയ്യാറായില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ, പരാതികൾ എല്ലാം തന്നെ ഈ പെൺകുട്ടി ഉന്നയിക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. എന്തായാലും ഈ പെൺകുട്ടി തൻ്റെ അജീഷിൻ്റെ മകൾ ഒരാഴ്ച മുമ്പ് പറഞ്ഞത് മറ്റാർക്കും ഈ ഗതി വരരുത് എന്നാണ്. പക്ഷേ ഈ തൻ്റെ അച്ഛൻ ഒരാഴ്ചയാകുമ്പോൾ തൻ്റെ അച്ഛന് ഈ ഗതി വന്നിരിക്കുന്നു എന്നുൾപ്പെടെയുള്ള ഏറെ സങ്കടത്തോടു കൂടി എന്നാൽ പക്വമായി തന്നെ കുട്ടി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരും സമയങ്ങളിലാണ് വരേണ്ടത്. ആശുപത്രിയുടെ ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഉൾപ്പെടെ വിശദീകരണം ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും വയനാട് വിറങ്ങലിച്ചിരിക്കുന്നു. ഇങ്ങനെ വിവരങ്ങൾ നൽകിയത് മാനന്തവാടിയിൽ നിന്ന്. എന്തായാലും സങ്കടകരമായ വാർത്തയാണ്. ഒരാഴ്ചക്കിടയിൽ രണ്ടാമത്തെ ആളാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. രാവിലെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ പോളിന് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. എന്നാൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾക്ക് വല്ലാത്ത പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ 17 ദിവസങ്ങൾക്കിടെ 3 പേർ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ വികാരപരമായി തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. വളരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടുത്തെ ആളുകൾ മുഴുവൻ വല്ലാത്ത ഭീതിയിലാണ് ദിനരാത്രങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ ഇനി പോകുന്നു. മാനന്തവാടിയിൽ നിന്ന് ജീവിതം ഭയങ്കര ദുസ്സഹനീയമാണ്. എപ്പോഴും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതമാണ്. കാട്ടാനയായാലും എന്ത് മൃഗങ്ങളായാലും, കടുവയായാലും കാട്ടാനയും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണിപ്പോൾ. ഒരു വിരോധവും ഇല്ല. അവർ ഫോറസ്റ്റുകാർ വന്നിട്ട് അവിടെ ബാച്ചറ കയറ്റി വിടും. പിന്നെ ഫോറസ്റ്റുമാർ അവിടെ വന്നിട്ട് റോഡിൽ കൂടെ തോക്കും വടിയുമായിട്ട് നടക്കും. അതുകൊണ്ട് കാര്യമില്ല. ഭീതി പറ്റിയ ഒരു കാട്ട ആനേനെ പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എത്ര ദിവസമായി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിൽ വരാൻ പറ്റുന്നത് സ്വന്തക്കാരെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ മൃഗങ്ങളെ പേടിച്ചിട്ട് പുറത്തിറങ്ങുന്നില്ല. വീട്ടിൽ നിന്ന് പോയവർക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഒളിച്ചു വന്നിട്ടെങ്കിൽ ഒരു പന്നീനെ വെടിവെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ മറ്റു തരത്തിൽ കൊന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിലിൽ കിടക്കണം. ഇത് വളരെ കൂടുതൽ പ്രയാസമുണ്ടെങ്കിൽ ഉപദ്രവിക്കുന്ന ജീവികളെ കൊല്ലു തന്നെ വേണം, അല്ലാണ്ട് നടക്കില്ല. ജനങ്ങൾക്ക് പരീക്ഷ കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു. കൂടുതൽ മൃഗങ്ങൾ കിട്ടുന്ന പോലെയുണ്ട്. കാരണം ഇന്ന് ചില ആൾക്കാർ പരീക്ഷയ്ക്കുന്നുണ്ട്. പിന്നെ കാട്ടാനെ വെടിവെച്ച് കൊന്നുകൂടെയൊക്കെ ആയിരിക്കും. അക്രമകാരിയെ മനുഷ്യരെ കൊല്ലുന്ന കാട്ടാനെ വെടിവെച്ച് കൊന്നു. പക്ഷെ നിയമം അനുവദിക്കാതെ കൊണ്ടാണല്ലോ. ഒന്നാമത് അവരെ കാര്യം ചിന്തിക്കുന്നില്ല ഗവൺമെൻറ്.
അവരെവിടെയെങ്കിലും സംരംഭം അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള കാര്യം ചിന്തിക്കണം. കാട് ഒരു എവിടെയെങ്കിലും അല്ലെങ്കിൽ അത് കമ്പി വേലി ഇടണം. ഒന്നുമില്ല, ഇങ്ങനെ തുറന്ന ഇപ്പോൾ മാനന്തവാടി ടൗണിൽ വരുന്ന ആന രാത്രി വരുത്തുണ്ട്. ഇതിനിപ്പോൾ ഹർത്താൽ നടത്തിയോണ്ട് വലിയ കാര്യം ഉണ്ടാവുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിന് വേണ്ട നടപടികൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ മൃഗങ്ങൾ ഇനി ഇറങ്ങും. ആളുകൾ ഇനിയും കുരുതി കൊടുക്കേണ്ടി വരും. ഗവൺമെൻറ്റിനെ മറ്റേ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ അതിൽ നമുക്ക് അവിടുത്തെ ഒരു മേഖല അങ്ങനത്തെ ഒരു മേഖലയാണ്. ഗവൺമെൻറ് എന്നുള്ളതല്ല, പക്ഷേ ജനങ്ങളുടെ ജീവിതത്തിനെ എന്ത് ബാധിക്കുന്നു, അവിടുത്തെ ജനങ്ങൾക്ക് ശരിക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അതിനെ ബാധിക്കുന്നത് എല്ലാതും നമ്മൾ എലക്ട് ചെയ്യപ്പെട്ട നേതാക്കന്മാർ ചെയ്യേണ്ടത് തന്നെയാണ്. കറക്റ്റ് ഒരു പ്രൊട്ടക്ഷൻ ഇപ്പോൾ വനവാസ മേഖലകളിൽ കൊടുക്കാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ ഈ സംഭവം. പിന്നെ ഹർത്താൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഹർത്താൽ ഇപ്പോൾ അവരുടെ എതിർ പാർട്ടി ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രതികരിക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ല ജനങ്ങൾക്ക് ഒരിക്കലും ഒരു സൊല്യൂഷൻ ആവില്ല. നാളെ ഇപ്പോൾ ജനജീവിതം മോശപ്പെടാന്നല്ലാതെ നാളെ മുതൽ ആന ഇറങ്ങാതിരിക്കുക അല്ലെങ്കിൽ സംഭവങ്ങളൊന്നും ഉണ്ടാവുന്നിരിക്കില്ല. സർക്കാരല്ലല്ലോ ഉത്തരവാദി. വന്യമൃഗം അത് വായില്ലാ മൃഗമാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിനിങ്ങനെ അലഞ്ഞ് നടക്കണല്ലോ, എല്ലാവർക്കും പിടിച്ചു കെട്ടാൻ പറ്റുമോ? അത് കേന്ദ്രമാണ് അത് തീരുമാനിക്കേണ്ടത്. കേരളത്തിന് മൃഗങ്ങളെ ഇപ്പോൾ കൊല്ലാൻ പറ്റുമോ? കേന്ദ്രം വെറുതെ വിടില്ലല്ലോ. മൃഗങ്ങളെ കൊല്ലുകയാണെങ്കിൽ കേന്ദ്രം വെറുതെ വിടത്തില്ല കേരളത്തിന്. അപ്പോൾ അതിനെ കൊല്ലാൻ പറ്റത്തില്ല. അതിന് ഒരു മയത്തിൽ ഒതുക്കി മാറ്റാനേ പറ്റുള്ളൂ. ജനങ്ങളല്ലേ കാട് വെട്ടിപ്പിടിക്കും. അപ്പോൾ ജനങ്ങളല്ലേ മാറി കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ഈ കാട്ടിൻ്റെ ഇടയിൽ ജനങ്ങൾ താമസിക്കുന്നതിന് ഈ ആനകൾക്കും മൃഗങ്ങൾക്കും നടക്കാനാണ് കാട്, ഇതുപോലത്തെ മാറ്റുള്ള കാര്യങ്ങൾ. നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് മാനന്തവാടിയിൽ നിന്നൊക്കെ വരുന്നത്. വയനാട്ടിലെ ജനങ്ങൾ ഭീതിതമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് കഴിയുന്നത്. വസന്തകുമാരി പറയുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയാണ് തോന്നുന്നത്. എനിക്കറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വല്ലാത്ത അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്ന വാർത്തകളാണ് 24 വഴി വരുന്നത്. എന്ത് ചെയ്യാം, ഈ വാർത്തകളൊക്കെ നമുക്ക് അതിൻ്റെ അർഹിക്കുന്ന ശക്തിയോടെ സംപ്രേഷണം ചെയ്തല്ലേ